എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ സെൻസിറ്റീവ് ആയതും അതേസമയം പലരുടെയും ജീവിതത്തിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒന്നായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ബന്ധുക്കളാണോ? നമ്മുടെ സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങൾ വളരെ പവിത്രമായാണ് കാണുന്നത്. എന്നാൽ എല്ലാ ബന്ധുക്കളും നല്ലവരായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മളെ തളർത്താനും നമ്മുടെ സന്തോഷം കെടുത്തി കളയാനും ചില ബന്ധുക്കൾ കാരണമാകാറുണ്ട്. ഈ വിഷയം നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. ബന്ധുക്കൾ നമുക്ക് ഒരുപാട് സന്തോഷം നൽകാം, പക്ഷെ ചില സാഹചര്യങ്ങളിൽ അവർ നമ്മുടെ സമാധാനത്തിന് തന്നെ ഭീഷണിയാകാറുണ്ട്. ഇതിനുള്ള ചില കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാരണം തുടർച്ചയായ താരതമ്യമാണ്. നിന്റെ പ്രായത്തിലുള്ള അവന്റെ മകൻ ഡോക്ടറായി, നിന്റെ സഹോദരിക്ക് നല്ലൊരു ജോലി കിട്ടി, നിങ്ങൾക്ക് ഇപ്പോഴും സ്വന്തമായി വീടില്ലേ? ഇത്തരം ചോദ്യങ്ങളും താരതമ്യങ്ങളും നമുക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇത് നമ്മുടെ ആത്മവിശ്വാസം കുറയ്ക്കും. രണ്ടാമത്തെ കാര്യം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ വരുമാനം, പ്രണയം, വിവാഹം, കുട്ടികൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില ബന്ധുക്കൾ അമിതമായി ഇടപെടാറുണ്ട്. ഇത് നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കും. മൂന്നാമത്തെ കാര്യം നെഗറ്റീവ് മനോഭാവമാണ്. നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ അത് നടക്കില്ല, അവൻ പരാജയപ്പെടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുന്ന ബന്ധുക്കളുണ്ട്. ഇത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ പിൻവലിച്ചേക്കാം. നാലാമത്തെ കാര്യം കുറ്റം പറയുക എന്നതാണ്. ചില ബന്ധുക്കൾ പരദൂഷണം പറഞ്ഞ് ബന്ധങ്ങൾ വഷളാക്കാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുകയും അത് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ സമാധാനം എങ്ങനെ സംരക്ഷിക്കാമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഡിഫൈൻ യുവർ ബൗണ്ടറീസ്. ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇടപെടണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതൊരു വ്യക്തിപരമായ കാര്യമാണ്, എനിക്ക് അതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് സൗഹാർദ്ദപരമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറയുക. ഇത് നിങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാൻ അവരെ പ്രേരിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, അവോയ്ഡ് നെഗറ്റീവ് കോൺവെർസേഷൻ എന്നാണ്. നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ബന്ധുക്കളുണ്ടെങ്കിൽ അത്തരം സംഭാഷണങ്ങൾ ഒഴിവാക്കുക. ഒരു വിഷയം നെഗറ്റീവ് ദിശയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയാൽ സംഭാഷണം മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ സംഭാഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. മൂന്നാമത്തെ കാര്യം, ഡോണ്ട് ടേക്ക് ക്രിറ്റിസിസം പേഴ്സണലി എന്നതാണ്. നിങ്ങളെ വിമർശിക്കുമ്പോൾ അത് വ്യക്തിപരമായി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അവർ പറയുന്നത് അവരുടെ കാഴ്ചപ്പാടാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇതെന്റെ ജീവിതമാണ്, എൻ്റെ തീരുമാനങ്ങളാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. നാലാമത്തെ കാര്യം, റീവാലുവേറ്റ് യുവർ റിലേഷൻഷിപ്പ് എന്നതാണ്. ഒരു ബന്ധുവിന്റെ സാമീപ്യം നിങ്ങൾക്ക് നിരന്തരം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഒരു അകലം പാലിക്കുന്നത് നല്ലതാണ്. അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് അത്യാവശ്യമാണ്. എപ്പോഴും നിങ്ങളെ വിമർശിക്കുകയും തളർത്തുകയും ചെയ്യുന്ന ബന്ധങ്ങളിൽ സമയം ചിലവഴിക്കേണ്ടതില്ല. അഞ്ചാമത്തെ കാര്യം, ലവ് യുവർ സെൽഫ് എന്നതാണ്. നിങ്ങളുടെ കഴിവുകളെയും നേട്ടങ്ങളെയും സ്വയം അംഗീകരിക്കുക. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തു നിൽക്കാതിരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം വളരുമ്പോൾ മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ നിങ്ങളെ അത്രയധികം ബാധിക്കില്ല എന്ന് തിരിച്ചറിയണം. ഓർക്കുക, നിങ്ങളുടെ മാനസിക സമാധാനമാണ് ഏറ്റവും വലുത്. നിങ്ങളുടെ സന്തോഷം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് എല്ലാ അവകാശവുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം. നന്ദി.